ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് ഇറാൻ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ വരെ എവിടെയാണ് മിഡിൽ ഈസ്റ്റ് മേഖലകളെ ടാർഗറ്റ് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഡിലേഡ് ആയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിലും അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ലാറക്ക് എന്ന് പറഞ്ഞൊരു ഐലൻഡിൽ, ഇത് ഇറാൻ്റെ സ്ഥലമാണ്, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്ഗൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു പ്രൊവിൻസിൽ ഇറാൻ്റെ ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് ഉണ്ട്. ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം ശുദ്ധജലമായിട്ട് മാറ്റുന്ന ആ കൺവേർഷൻ പ്രോസസ്സിനെയാണ് ഡീസാലിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ്, വലിയൊരു പ്ലാന്റ് അറ്റാക്ക് നടത്തിയതായിട്ട് ഇറാൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. അമേരിക്കയാണ് അറ്റാക്ക് നടത്തിയത്. എന്നിട്ട് അവർ കുറച്ച് ഫൂട്ടേജസ് അവരുടെ TASINM തസ്നീം ന്യൂസ് എന്ന് പറഞ്ഞ അവരുടെ ചാനലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ഇതിനെ പുറത്തിറക്കിയിരിക്കുന്നത്. അമേരിക്ക ലാറക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡിൽ അവരുടെ ഡീസാലിനേഷൻ വാട്ടർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തതിനെ തുടർന്ന് 20-ലധികം ഗ്രാമങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസ്, പ്രത്യേകിച്ച് ഈ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന കാഷ്വാലിറ്റീസിന് അമേരിക്ക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇറാൻ ഒരു ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് വയലേഷൻ ആണെന്നും കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഫുട്ടേജാണ് ഇവർ പറയുന്ന ഡീസാലിനേഷൻ പ്ലാന്റ്. ഫോർ എക്സാമ്പിൾ, മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഡീസാലിനേഷൻ പ്ലാന്റ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് നോക്കണം. ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 വലിയ രീതിയിൽ വെള്ളം സംഭരിക്കാനുള്ള വലിയ സ്റ്റോറേജ് യൂണിറ്റുകൾ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഏരിയൽ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ എണ്ണ സംഭരിച്ച് വെക്കുന്നത്, ഓയിൽ സ്റ്റോറേജ് യൂണിറ്റുകൾ എങ്ങനെയാണ് നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ റൗണ്ടായിട്ട് വലിയ രീതിയിൽ ഗാലൻ കണക്കിൽ, മില്യൺ കണക്കിൽ ലിറ്റേഴ്സ് കപ്പാസിറ്റിയുള്ള സ്റ്റോറേജ് യൂണിറ്റുകളായിരിക്കും അത്. ഇത്തരത്തിലാണ് കടൽ വെള്ളം മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് 1, 2, 3 ഇതേപോലത്തെ സ്റ്റോറേജ് യൂണിറ്റുകളിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റി അങ്ങനെയാണ് ഒരു സപ്ലൈ യൂണിറ്റ് ഉണ്ടാവുക. ഇത് ഈ ലാറക്കിൽ പ്രവർത്തിക്കുന്നത് ഇത് എന്ത് തരം ഡീസാലിനേഷൻ പ്ലാന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പറയത്തക്ക രീതിയിൽ അത്ര വലിയൊരു പ്ലാന്റ് ആയിട്ട് ഇത് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഇത് പ്ലാന്റിലേക്ക് വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു മോട്ടറും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ ആണോ എന്നുള്ളതും വ്യക്തമല്ല. പക്ഷേ 20-ലധികം ഗ്രാമങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്ലാന്റ് ആയിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ഇറാൻ അമേരിക്കയ്ക്കെതിരെ, അതായത് അമേരിക്ക തകൃതിയായിട്ട് മറ്റുള്ള മേഖലകളെ ശക്തമായ രീതിയിൽ ആക്രമിച്ച് തവിടുപൊടിയാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ കൂടുതൽ മിണ്ടുന്നില്ല ഇറാൻ. പക്ഷേ അതേസമയം ഇതേപോലെ സിവിലിയൻ പ്രോജക്റ്റുകൾ ആക്രമിക്കപ്പെട്ടാൽ അതിന് വലിയ ഹൈപ്പ് കൊടുക്കുന്നു. ഇത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാനും, അതായത് ഞങ്ങളുടെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വരുത്തിക്കൊണ്ട് ഇവരതിന് പ്രതികാരം എന്നുള്ള നിലയിൽ കുവൈറ്റിലേക്ക് ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് അറ്റാക്ക് ചെയ്തതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലുള്ള ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് അറ്റാക്ക് ചെയ്തതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഓയിൽ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറും അറ്റാക്ക് ചെയ്യപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ കുവൈറ്റിൽ പവർ ഡിസ്ട്രപ്ഷൻസ്, അതേപോലെ തന്നെ കുറച്ച് പേര് ഇഞ്ചുറി ആയിട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. 5 to 6 people എന്നാണ് പറയുന്നത്. അത് ഈ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വർക്കേഴ്സാണ് ഇഞ്ചുർഡ് ആയിരിക്കുന്നത്. ബഹ്റൈനിലേക്കും ഇന്നലെ ഇറാൻ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ മിസൈൽ, ഡ്രോൺ ഇതെല്ലാം തന്നെ അവർ അയച്ചിട്ടുണ്ട്. മെജോറിറ്റി എല്ലാം തന്നെ ബഹ്റൈൻ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആക്രമണങ്ങളൊന്നും ഉണ്ടായതായിട്ട് വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. ബഹ്റൈനിൽ ഇന്നലെ രാത്രി, ഒരു ഫ്രൈഡേ ടു സാറ്റർഡേ സോഫാർ അവിടെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മിസൈലുകൾ അയച്ചിട്ടുണ്ട്. ജോർദാനിലേക്കും അതേപോലെ മിസൈലുകൾ അയച്ചിട്ടുണ്ട്. അവിടെ US-ൻ്റെ ബേസിൽ ഇറാൻ്റെ ഡ്രോൺ പതിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. മിസൈലുകളെല്ലാം തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ടും ജോർദാൻ പറയുന്നുണ്ട്. ജോർദാൻ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് ഡാമേജ് എന്നാണ്.
ഇത്തവണത്തെ ഈ ഒരു ആക്രമണം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇന്നലെ രാത്രി സൗദി അറേബ്യയ്ക്കുള്ളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. മിലിറ്ററി ആൻഡ് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറെ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. എനർജി ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. ഡാമേജസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ അനാലിസിസ് റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ മേജർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് അത് കരുതപ്പെടുന്നത് സൗദി അറേബ്യയ്ക്കുള്ളിൽ. ടുഡേയ്സ് ഡാമേജ് സ്റ്റിൽ ബീയിങ് അസസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇറാഖിൻ്റെ ഉള്ളിൽ നടത്തിയ അറ്റാക്കുകളെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ ഫുട്ടേജസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറാഖിൽ അവർ നല്ല രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഇറാഖിൻ്റെ എർബിൽ ബേസിലും അതേപോലെ തന്നെ കുർദുകളുടെ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത്. അതിനോടൊപ്പം ഗ്രൗണ്ട് ഫോഴ്സ് മൂവ്മെൻറ്റും നടത്തിയിട്ടുണ്ട് ഇറാൻ. അതുപോലെ ഖത്തറിലേക്കും മിസൈൽ ആൻഡ് ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഉദ്ദേശിച്ചതുപോലെയുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖത്തറിനെയും സൗദി അറേബ്യയും ഇന്നലത്തെ ആക്രമണത്തിൽ ഇറാൻ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒമാന്റെ തീരത്ത് തായ്ലാൻഡ് ഫ്ലാഗുമായിട്ട് പോയ കപ്പലിന് നേരെ, കമേഴ്ഷ്യൽ ഷിപ്പിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ IRGCയുടെ ആക്രമണത്തിന് അമേരിക്ക, ഒമാൻ അതുപോലെ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ രീതിയിൽ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊത്ത രീതിയിലുള്ള തിരിച്ചടി ഇന്ന് രാത്രി ഉണ്ടാവും, അത് ഉറപ്പാണ്. So now Kipler says that crossings through the strait hit a 3-week low. 8 ships in the past 24 hours. U.S. companies now trying to make plans to transport oil around that part of the world. A Chevron executive tells Fox Business they will sign a memorandum of understanding today with Iraq to enter into 2 Iraqi oil fields and doing studies to move oil from Iraq north around the strait, possibly through the Mediterranean Sea. This is all meant to add that global oil supply, avoiding the issues. Now, oil prices, WTI is about $80 a barrel. We'd like to see that lower, and that's what the president and these companies are trying to push for. അമേരിക്ക ഷെവറോൺ എന്ന് പറഞ്ഞ കമ്പനിയെ ഏർപ്പാടാക്കി ഇറാഖിൽ നിന്നും എണ്ണ മെഡിറ്ററേനിയൻ വഴി കൊണ്ടുപോവുകയാണ്. അതേസമയം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ ഷിപ്പിംഗ് നോർമലായിട്ടില്ല ഇതുവരെ. മറ്റുള്ള രാജ്യങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് നോർമലാണെന്ന് പറഞ്ഞിട്ട് അമേരിക്ക പ്രഖ്യാപിക്കുമ്പോഴും അവരെന്തുകൊണ്ട് ഇതിലെ ഷിപ്മെൻറ്റ് നടത്തുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓയിൽ ഇതുവഴി കൊണ്ടുപോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഇന്നലെ രാത്രി ഇറാനെ ഒന്നും ചെയ്തില്ലെന്ന് ചോദിച്ചാൽ ഇറാനിൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത്. കഷം ഐലൻഡിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കഷം ഐലൻഡിൽ മിലിറ്ററി ആൻഡ് മാരിടൈം കേപ്പബിലിറ്റീസ്, അത് റഡാർ സിസ്റ്റം, ഇതേപോലത്തെ പല എക്യുപ്മെൻസും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് കഷം ഐലൻഡിൽ. അതുപോലെ ബന്ദർ അബ്ബാസിലും ഇന്നലെ രാത്രി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേവൽ ബേസ് ആണ്. ആ നേവൽ ബേസ് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് അറ്റാക്ക് നടത്തിയത്. സലാം ഖിദ്മത്ത് ഹമഗി മുഹിംതരിൻ ഖബർ ഇൻ സഅത്ത് ദഖിഖൻ സഅത്ത് 18:15 روز جمعه جاده یا همون شانه خاکی که درست کردن دقیقاً قفل شده از سمت منبع آب بندر پل دقیقاً جاده خاکی قفل. അമേരിക്കയുടെ ആക്രമണത്തിൽ ബന്ദർ അബ്ബാസ് ഏരിയയിൽ 2 വഴികൾ, 2 പാലങ്ങൾ തകർക്കപ്പെട്ടത് കൊണ്ട് തന്നെ കിലോമീറ്റർ കണക്കിൽ ട്രാഫിക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരു തുരങ്കപാത റെഡിയാക്കുന്നുണ്ട് ഇറാൻ. അത് എത്രമാത്രം വിജയകരമാകുമെന്ന് അറിയില്ല. ഈ മഴ വന്നു കഴിഞ്ഞാൽ ആ തുരങ്കപാത തന്നെ നിർമ്മാണം തടസ്സപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫുട്ടേജസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഷോർട്ട് കട്ട് തയ്യാറാക്കുകയാണ് ഇറാൻ. പക്ഷെ അവിടെയും ഇന്ന് രാത്രി അമേരിക്ക അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്. گلوگاه یا تونل شهید میرزایی در واقع 2 تونل ورودی و خروجی شمالی شهر بندر عباس در حال حاضر به دلیل حمله جنگنده‌های آمریکایی مسدود شدن. 2 تونل آسیب جدی دیدن ولی ماشینالات دارن کار میکنن و میگن ما به زودی راه رو باز میکنیم. یعنی حالا به صورت موقتی راه باز میشه. അതുപോലെ സദൻ ഇറാൻ കോസ്റ്റിൽ ബന്ദരി മാഷാർ എന്ന് പറഞ്ഞൊരു സ്ഥലം, ഈ ബന്ദരി മാഷാർ എന്ന് പറയുന്നത് ഈ ബന്ദർ അബ്ബാസ് എന്ന് പറഞ്ഞ ആ ഒരു നേവൽ ബേസിലേക്ക് ഈ ബന്ദരി മാഷാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടണൽ പോകുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് ടണൽ വർക്ക് ഇപ്പോഴും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴയുണ്ടെങ്കിൽ വർക്ക് തടസ്സപ്പെടും. ഇപ്പോൾ ആകെ കൂടി ഈ ഒരു ടണലാണ് ഇറാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബന്ദർ അബ്ബാസ് തുറമുഖത്തിലേക്കും അതേപോലെ ബന്ദർ അബ്ബാസ് നേവൽ ബേസിലേക്കും എത്താൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു മാർഗ്ഗമായിട്ട് ഇറാൻ കണ്ടെത്തുന്നത്. ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഷോർട്ട് കട്ട് അത്ര എളുപ്പത്തിൽ നിർമ്മിക്കാൻ അമേരിക്ക അനുവദിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ഇന്ന് തികച്ചും ഈ ഒരു ടണൽ പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സോ അവിടെ ഒരു അറ്റാക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക ഓൾറെഡി ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവറി ഡേ അമേരിക്ക കൃത്യമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് പകലിൽ മൊത്തത്തിൽ എവിടെയൊക്കെ അറ്റാക്ക് നടത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചാർട്ട്, രൂപരേഖ തയ്യാറാക്കുകയാണ്. എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും, രാത്രി മീൻസ് ഒരു പുലർച്ചെ ഒരു 3 മണി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുകയാണ്. 3 AM കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഫൈറ്റർ ജെറ്റ് എടുത്ത്. എന്നിട്ട് തൂത്ത് പിറക്കി ഉള്ള അറ്റാക്ക് മൊത്തം അങ്ങ് നടത്തുകയാണ്. ഇതാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറാന് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രീത്ത് എടുക്കാനുള്ള ടൈം പോലും ഇപ്പോൾ അമേരിക്ക കൊടുക്കുന്നില്ല. അത്തരത്തിലാണ് ആക്രമണങ്ങൾ.
നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം നിലവിളിയും കൊലവിളിയും ഒന്നുമില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എവിടെ ആക്രമണം നടത്തണം, എവിടേക്കൊക്കെ മിസൈലുകൾ വിടണം എന്നുള്ള ഒരു വ്യക്തതയും ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ മിസൈലുകളൊക്കെ വാരിക്കോരി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു പ്രിപ്പയർഡ് ആൻഡ് പ്ലാൻഡ് സ്ട്രക്ചേർഡ് അറ്റാക്ക് അല്ല ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അപ്പോൾ അതുപോലെ ജസക്, ചബഹാർ, അതേപോലെ ബന്ദരി മേഷാർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ ഇന്നലെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇഷ്ഫഹാനിൽ ഇന്നലെ ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇഷ്ഫഹാനിൽ അതുപോലെ ബുഷേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അവിടെയും അമേരിക്കയുടെ അറ്റാക്ക് നടന്നിട്ടുണ്ട്. അതുപോലെ അഹ്വാസ് എന്ന് പറഞ്ഞ സ്ഥലം കുഷസ്താനിലാണ്. ഈ കുഷസ്താനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഈ കുഷസ്താനിൽ അഹ്വാസ് എന്ന് പറഞ്ഞ സ്ഥലം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു ഓയിൽ റിഫൈനറി ഇറാൻ്റെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ റിഫൈനറി അറ്റാക്ക് ചെയ്തിട്ടില്ല. അഹ്വാസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ടാർഗറ്റ് ചെയ്ത് ഇന്നലെ അറ്റാക്ക് നടത്തിയത്. ഈ കുഷസ്താനിൽ ഇപ്പം അമേരിക്ക ലിമിറ്റഡ് ആയിട്ടുള്ള അറ്റാക്സ് ആണ് നടത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അപ്പുറത്തുള്ള റിബലുകൾ ഇതിനെ വാച്ച് ചെയ്ത് റിപ്പോർട്ട് ഇറാഖ് ഇറാൻ ബോർഡറിൽ ഈ കുഷസ്താനിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ, അതായത് അവരുടെ എണ്ണ സമ്പത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഇറാൻ ഇവർക്ക് പണം കൊടുത്ത് ചെലവും കൊടുത്ത് അവിടെ തീറ്റിപ്പോറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിക്ക് കൂടുതൽ അമേരിക്ക അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഈ റിബലുകളും ആക്രമണത്തിൽ പങ്കെടുക്കും. ഇറാൻ്റെ മെസ്സേജ് കിട്ടിയാൽ അവർ അപ്പം തന്നെ പങ്കെടുക്കും. അപ്പോൾ അതിനുള്ള മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ലിമിറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ഈ കുഷസ്താനിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഷസ്താനിൽ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തും, അത് ഉറപ്പാണ്. കാർഗ് ഐലൻഡ് അങ്ങനെ കുറച്ച് അങ്ങോട്ട് നീങ്ങി പോകേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ കാണിച്ച മാപ്പിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. റെഡ് സോൺ ഒരു ഏരിയ, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ആണ് ഇപ്പോൾ നിലവിലെ റെഡ് സോൺ. പിന്നെ അപ്പുറത്ത് ഒരു യെല്ലോ ലൈൻ കിടപ്പുണ്ട്, അത് പൂർണ്ണമായിട്ടും റെഡ് സോൺ ആയിട്ട് മാറണം. അതിനുള്ള ശ്രമമാണ് ഇപ്പം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ സൗത്ത് സൈഡിൽ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്നലെ ചബഹാർ പോർട്ടിലും ഒരു വലിയ എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്, പൊട്ടിത്തെറി. മീൻസ് അവിടെയും അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അമേരിക്ക. അതുപോലെ ഇന്നലെ ഇറാൻ്റെ ഉള്ളിൽ കോമിലും അതേപോലെ ഫോർദോ, ഇത് രണ്ടും തന്നെ. കോം എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു റിലീജിയസ് പ്രാധാന്യമുള്ള ഒരു സിറ്റിയാണ് കോം. അവിടെയാണ് ഈ മുല്ലമാരെല്ലാം തന്നെ പഠിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് അവർ മുല്ലായിട്ട് പിന്നെ തലയെക്കെട്ടൊക്കെ വെച്ച് ഈ ഡിഗ്രിയൊക്കെ കൊടുക്കുന്നത് അവിടെയാണ്. റിലീജിയസ് ഗ്രാജുവേഷനൊക്കെ കൊടുക്കുന്നത് അവിടെയാണ്. ഈ സെറമണിയൊക്കെ നടക്കുന്നത് അവിടെയാണ്, കോമിൽ. അതുപോലെ ഫോർദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയാണ്. ഈ ഫോർദോയിലും ഇതിനു മുമ്പ് അറ്റാക്ക് നടത്തി തകർത്ത് കളഞ്ഞ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി അവർ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ റീബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫുട്ടേജ് എല്ലാം നമ്മൾ ഇതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയെ ചുറ്റിപ്പറ്റി ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തില്ല, അതിൻ്റെ സറൗണ്ടിങ് മേഖലയിൽ അമേരിക്ക ഇന്നലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ കൊനാറക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. എന്തിനെ ടാർഗറ്റ് ചെയ്താണ് ഈ അറ്റാക്ക് നടത്തിയത് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ശക്തമായ രീതിയിലുള്ളൊരു ആക്രമണം അവിടെ നടത്തിയിട്ടുണ്ട് അമേരിക്ക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.